മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ആഘോഷങ്ങളൊന്നും സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നില്ല, അതുകൊണ്ട് കയ്യിൽ പണമില്ലെന്ന് സർക്കാർ പറയരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, മറിയക്കുട്ടിയുടെ ഹർജിക്ക് മുന്നിൽ സർക്കാരിന് വീണ്ടും വിമർശനം ഏൽക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതി പറഞ്ഞത്? രേണുക, വേണമെങ്കിൽ അഭിഭാഷകരുടെ കയ്യിൽ നിന്നും പിരിവിട്ട് പണം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്നുള്ളൊരു വൈകാരികമായ പ്രതികരണമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത്. 78 വയസ്സുള്ള സ്ത്രീയാണ് മരിയക്കുട്ടി. സ്വന്തമായി അവർക്ക് വീടില്ല, സ്വത്തില്ല. അവരുടെ മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമാണ് 1500 രൂപയ്ക്ക് വേണ്ടി അവർ സർക്കാരിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത്. ഇതുപോലും സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളൊരു രൂക്ഷ വിമർശനവുമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചത്. ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടിയില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. പക്ഷേ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ആഘോഷങ്ങളൊന്നും മാറ്റിവെക്കാത്തത്? ആഘോഷങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ എവിടെ നിന്നാണ് പണം വരുന്നത് എന്നുള്ളൊരു രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മരിയക്കുട്ടി കോടതിക്ക് മുന്നിൽ വരുമ്പോൾ അവർ VIP ആണ്, അതുകൊണ്ട് അവർക്കാണ് ഇവിടെ പരിഗണന. സർക്കാരിനോ അല്ലെങ്കിൽ കോടതിക്കോ ജഡ്ജിമാർക്കോ അല്ല അവരല്ല ഇവിടെ VIP. മരിയക്കുട്ടിയാണ്. മറ്റുള്ളവർക്ക് പെൻഷൻ കിട്ടിയോ എന്ന് ഉള്ളത് അല്ല കോടതിയുടെ വിഷയം. മരിയക്കുട്ടിക്ക് എന്തുകൊണ്ട് ഇതുവരേക്കും 4 മാസമായി പെൻഷൻ നൽകുന്നില്ല? അത് എത്രയും വേഗം പെൻഷൻ നൽകണം. ഇല്ലെങ്കിൽ മരിയക്കുട്ടിയുടെ 3 മാസത്തെ ഇനിയുള്ള 3 മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണം എന്നും കോടതി വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്രത്തിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല. അതായത് 4 മാസമായി ഏപ്രിൽ മുതൽ 4 മാസത്തെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല എന്നും കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനോടും നാളെ തന്നെ നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം സർക്കാരിനോടും നാളെ തന്നെ ഈ കാര്യത്തിൽ മരിയക്കുട്ടിയുടെ വിഷയത്തിൽ എന്താണ് ഇനി സർക്കാർ എടുക്കുന്ന തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്.